ഹായ് ഫ്രണ്ട്സ്, ഹാവിങ് ഒരു സെൻറ്റൻസിൻ്റെ മുൻഭാഗത്തായിട്ട് ഹാവിങ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് എന്ന് ഒരു കമൻറ്റിൽ ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ച ഡൗട്ട് എല്ലാവർക്കും യൂസ് ആയിട്ടെന്നോർത്താണ് അത് ഒരു വീഡിയോ ആക്കാമെന്ന് വെച്ചത്. ഹാവിങ് സെൻറ്റൻസിന് മുമ്പിലായിട്ട് വരുമ്പോൾ അത് ടെൻസിലാകത്തില്ല, അത് ടെൻസിൽ കൂട്ടണ്ട, ഉള്ളത് കൊണ്ട്, ഉണ്ടായിരുന്ന കൊണ്ട്, അങ്ങനെയൊക്കെ അത് മീനിങ് വരും. അപ്പോൾ ഹാവിങ് സെൻറ്റൻസ് മുമ്പിൽ നമുക്ക് കുറച്ച് എക്സാമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കിയാൽ മതി. ഈസി. നിങ്ങൾ ഗ്രാമറായിട്ട് ചിന്തിച്ച് മണ്ട പോകേണ്ട ആവശ്യമേ ഇല്ല. ഇംഗ്ലീഷ് ഒരു ഭാഷയാണെന്ന് മാത്രം കരുതി ചുമ്മാ അങ്ങ് പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. ആർക്കും സംസാരിക്കാം. ഇതൊരു ഭാഷ മാത്രമാണ്. നിങ്ങളുടെ മലയാളം മാതൃഭാഷ പോലെ തന്നെ, അല്ലെ തെലുങ്കോ തമിഴോ ഹിന്ദിയോ ഏത് ഭാഷയാണെങ്കിലും എങ്ങനെ നിങ്ങൾ പഠിച്ചോ അതുപോലെ തന്നെ വെറുതെ കേട്ടങ്ങ് പ്രാക്ടീസ് ചെയ്താൽ മതി. ഗ്രാമർ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഗ്രാമറിൻ്റെ മണ്ട പുകഞ്ഞൊന്നും ചിന്തിക്കേണ്ട. വെറുതെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ സംസാരിച്ച് തുടങ്ങിയാൽ വായിലെങ്കിൽ ഇംഗ്ലീഷ് ഈസി ആയിട്ട് വരും. അത്രേ ഉള്ളൂ, പ്രാക്ടീസ് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളത് കൊണ്ട്, ഉണ്ടായിരുന്ന കൊണ്ട്, ഉണ്ടായിരിക്കുന്ന കൊണ്ട്, അങ്ങനെ മീനിങ് വരും. കാർ ഉള്ളത് കൊണ്ട് മഴക്കാലത്തിൽ എനിക്ക് എവിടെ വേണമെങ്കിലും പോകാൻ കഴിയും. അപ്പോൾ കാർ ഉള്ളത് കൊണ്ട് മഴക്കാലത്തിൽ എനിക്ക് എവിടെ വേണമെങ്കിലും പോകാൻ കഴിയും. ഇങ്ങനെയുള്ളപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെ പറയും? ഹാവിങ് മുമ്പിൽ ഉള്ളത് കൊണ്ട്, having a car, I can go anywhere during rainy season. Having a car, I can go anywhere during rainy season. കാർ ഉള്ളത് കൊണ്ട് എനിക്ക് മഴക്കാലത്ത് എവിടെ വേണമെങ്കിലും പോകാൻ കഴിയും. ഇതാണ് ആ സെൻറ്റൻസ്, റൈറ്റ്? വലിയ വീടുള്ളത് കൊണ്ട് നമ്മൾക്കെല്ലാവരും ഒന്നിച്ച് താമസിക്കാൻ കഴിയും. വലിയ വീടുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് താമസിക്കാൻ കഴിയും. അതെങ്ങനെ പറയും? ഹാവിങ് മുമ്പിലിടുക. ഹാവിങ് എ ബിഗ് ഹൗസ്, വി ഓൾ ക്യാൻ സ്റ്റേ ടുഗദർ. ഹാവിങ് എ ബിഗ് ഹൗസ്, വി ഓൾ ക്യാൻ സ്റ്റേ ടുഗദർ. അത്രയേ ഉള്ളൂ. ഹാവിങ് എ ബിഗ് ഹൗസ്, വി ഓൾ ക്യാൻ സ്റ്റേ ടുഗദർ. കയ്യിൽ ഒത്തിരി കാശുള്ളത് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം എന്നെ കൊണ്ട് വാങ്ങിക്കാൻ സാധിക്കും. കയ്യിൽ ഒത്തിരി കാശുള്ളത് കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാൻ സാധിക്കും. ഇതെങ്ങനെ പറയും? ഹാവിങ് ലോട്ട് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ്. Having lot of cash in hand, അല്ലെങ്കിൽ having lot of money in hand, I can buy anything I like. I can buy anything I like. Having a lot of cash in hand, I can buy anything I like. കയ്യിൽ കാശ് ഒത്തിരി ഉള്ളത് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം ഞാൻ വാങ്ങിക്കാൻ കഴിയും. എൻ്റെ മലയാളം കുറച്ച് പൊട്ടൻ മലയാളമായിരിക്കുക കേട്ടോ. ഞാൻ കേരളത്തിൽ നിന്ന് പുറത്തൊക്കെ വളർന്നത് കൊണ്ട് മലയാളം കുറച്ച് പൊട്ടയാണ്. പക്ഷേ നിങ്ങളത് കൂട്ടാക്കണ്ട. എന്നെക്കൊണ്ട് അറിയാവുന്ന മലയാളത്തിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വർത്തമാനം പറയുന്ന പോലെ അങ്ങ് കേട്ട് മാതൃഭാഷ പോലെ അങ്ങ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കും. ഓരോ സെൻറ്റൻസായി പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തും വീട്ടിലുടങ്ങുന്ന ഓരോ സെൻറ്റൻസ് പറഞ്ഞ് ഇംഗ്ലീഷ് തന്നെയാണ് ഇപ്പോൾ വായിൽ. പിന്നെ മലയാളം തപ്പിയടിക്കേണ്ടി വരും. ഇംഗ്ലീഷ് തന്നെ വായിപ്പോരും. പേടിക്കേണ്ട ഒന്നുമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ ലാംഗ്വേജ് ടു പ്രാക്ടീസ്. യു ക്യാൻ ബിക്കം എക്സലൻറ്റ് ഇൻ ദിസ് ലാംഗ്വേജ്. ഒത്തിരി അറിവുള്ളത് കൊണ്ട് ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു. ഒത്തിരി ഉള്ളത് കൊണ്ട് ഞാൻ എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞു. ഹാവിങ് ലോട്ട് ഓഫ് നോളേജ് ഐ ആൻസേർഡ് ഓൾ ദി ക്വസ്റ്റ്യൻസ്. ഹാവിങ് ലോട്ട് ഓഫ് നോളേജ് ഐ റിപ്ലൈഡ് ടു ഓൾ ദി ക്വസ്റ്റ്യൻസ്. അത്രയേ ഉള്ളൂ. ഹാവിങ് ലോട്ട് ഓഫ് നോളേജ് ഐ റിപ്ലൈഡ് ടു ഓൾ ദി ക്വസ്റ്റ്യൻസ്. ഒത്തിരി ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ ഈ മത്സരത്തിൽ ജയിക്കും. ഒത്തിരി ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ ഈ മത്സരത്തിൽ ജയിക്കും. ഹാവിങ് മോർ കോൺഫിഡൻസ്, I will win in this competition. Having more confidence, I will win in this competition. അത്രയേ ഉള്ളൂ. Having more confidence, I will win in this competition. നിന്നെ പോലത്തെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിന്നെപ്പോലത്തെ സത്യമായ ആത്മാർത്ഥ കൂട്ടുകാരുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഹാവിങ് ട്രൂ sincere friends like you, I feel very happy. Having true and sincere friends like you, I feel very happy. Okay? Having true friends like you, I feel very happy. കാലിൽ ഒത്തിരി വേദന ഉള്ളത് കൊണ്ട് എന്നെക്കൊണ്ട് നടക്കാൻ സാധിക്കുന്നില്ല. കാലിൽ ഒത്തിരി വേദന ഉള്ളത് കൊണ്ട് എന്നെക്കൊണ്ട് നടക്കാൻ സാധിക്കുന്നില്ല. Having more pain in legs, I am unable to walk. Having more pain in the legs, I am unable to walk. Unable സാധ്യമല്ല. I am unable to walk.
കാലിൽ ഒത്തിരി വേദനയുള്ളത് കൊണ്ട് എന്നെക്കൊണ്ട് നടക്കാൻ സാധിക്കുന്നില്ല. ഒരു സ്നേഹമുള്ള കുടുംബമുള്ളത് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സ്നേഹിക്കുന്ന കുടുംബമുള്ളത് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഹാവിങ് എ ലവിങ് ഫാമിലി വി ആർ ബ്ലെസ്സഡ്. ഹാവിങ് എ ലവിങ് ഫാമിലി വി ആർ ബ്ലെസ്സഡ്. അടുത്ത ആഴ്ച പരീക്ഷ ഉള്ളത് കൊണ്ട് എന്നെക്കൊണ്ട് ടൂർ പോകാൻ കഴിയുന്നില്ല. അടുത്ത ആഴ്ച പരീക്ഷ ഉള്ളത് കൊണ്ട് എന്നെക്കൊണ്ട് ടൂർ പോകാൻ സാധിക്കുന്നില്ല, യാത്ര പോകാൻ സാധിക്കുന്നില്ല. ഹാവിങ് എക്സാംസ് നെക്സ്റ്റ് വീക്ക് I am unable to go on tour. Having exams next week, I am unable to go on tour. Having exam next week, I am unable to go on tour. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇങ്ങനെ ഓരോ സെൻറ്റൻസ് പഠിച്ച് അതുപോലെ തന്നെ വേറെ കുറേ വേർഡ്സും കൂടി ചേർത്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ ദിവസം 1 tablet per day. After 30 days, your disease is cured. You are excellent, healthy. സെയിം ഒരു സെൻറ്റൻസ് ഓരോ ദിവസം പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ കൊച്ചുകുട്ടി പഠിക്കുന്ന പോലെ കുറേ ദിവസങ്ങൾ 30 ദിവസം 40 ദിവസം കഴിയുമ്പോൾ നിങ്ങളറിയാണ്ട് നിങ്ങളുടെ വായിൽ ഇംഗ്ലീഷ് ഒഴുകിപ്പോരും. ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ്. You will be excellently in English, speaking English. You will talk in English very soon. Just listen to my words. Follow me. I am speaking just like a child. ഒരു കൊച്ചു സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു തരുന്നത്. You just listen to me and follow it. Practice it. Just copy my words how I am teaching. That's all. Nothing to worry about grammar. ഗ്രാമറിൻ്റെ പേരും തലപ്പും ഒന്നും ആവശ്യമില്ല. നിങ്ങളങ്ങ് സംസാരിച്ച് തുടങ്ങിയാൽ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ വായിൽ ഇംഗ്ലീഷ് തന്നെ വരും. മലയാളം പിന്നെ തപ്പിയെടുക്കേണ്ടി വരും. പ്ലീസ് follow me. I wish you all the best. See you in my next video. Bye-bye. James.